ഹല്ലേലൂയ, 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 സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ സ്തുതി. യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. കാരണം വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണെങ്കിൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിപാടായിട്ട് മാറണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മെ അഭിഷേകം ചെയ്ത് നയിക്കണം. ഹൃദയവയലുകൾ ഒരുക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ഒരുക്കപ്പെട്ട ഹൃദയത്തിലേക്കാണ് ദൈവവചനത്തിൻ്റെ വിത്ത് ഫലദായകമാം വിധം വീഴുന്നത്. വീഴുന്ന വിത്ത്, വീഴുന്ന വചനം, വിതയ്ക്കപ്പെടുന്ന വചനം ഫലം പുറപ്പെടുവിക്കുന്നത് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ ഒരുക്കുമ്പോഴാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കൊന്ന് ഏകാഗ്രമാകാം. കണ്ണുകളൊന്ന് അടയ്ക്കാം, കരങ്ങളൊന്ന് യാചനാരൂപത്തിൽ പിടിക്കാം. പരിശുദ്ധാത്മാവേ, സ്വർഗീയ രഹസ്യങ്ങളെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ദൈവീക രഹസ്യങ്ങളെ, വചനത്തെ സ്വീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ അനിവാര്യ ഘടകമാണ്. ഈ ആത്മാവ് നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നിത്യസഹായക, ഞങ്ങളിൽ വസിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായും ഏറ്റെടുക്കണമേ. വചനം ശ്രവിക്കാൻ, ഗ്രഹിക്കാൻ, ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ, ഞങ്ങളുടെ ഹൃദയവയലുകളെ അങ്ങ് തന്നെ ഒരുക്കണമേ. പ്രാർത്ഥിക്കാം. സഹായക പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഹായക പരിശുദ്ധാത്മാവേ, നിറയണമേ, കവിയണമേ, നിറഞ്ഞു കവിയണമേ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലേക്ക് ആത്മാവ് നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിറയണമേ, കവിയണമേ, നിറഞ്ഞു കവിയണമേ. വചനത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു അഭിഷേകം നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിറയണമേ, കവിയണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, സഹായക പരിശുദ്ധാത്മാവേ, ആത്മാവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സഹായക പരിശുദ്ധാത്മാവേ, ആത്മാവിനാൽ നിറഞ്ഞ് നമുക്കൊന്ന് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവേ, വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ദാനമായി അങ്ങ് ഞങ്ങളിലേക്ക് വർഷിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും ഞങ്ങളിൽ വെളിപ്പെടുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കൂടെ വസിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. സഹായക പരിശുദ്ധാത്മാവേ, സഹായക പരിശുദ്ധാത്മാവേ, കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിറയണമേ, സകല വിശുദ്ധരോട് നിറയണമേ, എല്ലാവരുടെ മധ്യസ്ഥ നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി സകല വിശുദ്ധരുടെയും മധ്യസ്ഥ നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിയണമേ. പരിശുദ്ധാത്മാവേ, സഹായക പരിശുദ്ധാത്മാവേ,
പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായിട്ടിരിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥനയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരാ. ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനകളും യാചനകളുമായിട്ട് ഓടി വരുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ മണിക്കൂറിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും നയിക്കുവാനും വേണ്ടി ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം യഥാവിധി പ്രാർത്ഥിക്കണമെങ്കിൽ അത് നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ അല്ല. മനുഷ്യന് അവൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ബലം കൊണ്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ഒരടി പോലും മുന്നോട്ട് വയ്ക്കാനാവില്ല. പരിശുദ്ധാത്മാവ് നയിച്ചാലേ യഥാർത്ഥ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വളരുകയുള്ളൂ. അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക: നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഏറ്റെടുത്താലേ ദൈവഹിതമനുസരിച്ചത് ക്രമീകരിക്കപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷത്തിലൂടെ, തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോയുടെ സന്നിധിയിൽ യാചനകളും അർത്ഥനകളുമായി എത്തിയ ഒരുപാട് പേരെ നാം കണ്ടെത്തും. നമുക്കറിയാം, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊത്തുള്ള സഹവാസമാണ്, അഥവാ ദൈവ മനുഷ്യ സമാഗമമാണ്. ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് പ്രാർത്ഥന. അടിസ്ഥാനപരമായി പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് നിർവചനങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഈ ഒരേ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ദൈവസന്നിധിയിലേക്കുള്ള ഓടി വരവാണ് പ്രാർത്ഥന. പക്ഷേ ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ത് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുകയാണ്. സുവിശേഷത്തിൽ തന്നെ ഈശോയുടെ അടുക്കൽ വന്ന അനേകരുണ്ട്. ഈ വന്ന ഓരോരുത്തരും ഈശോയെ സമീപിച്ചത് എന്തിനു വേണ്ടി ആയിരുന്നു എന്നതിനെ ആശ്രയിച്ച് അവരുടെ ജീവിതം ദൈവത്തിൽ ലയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവ് ആഗ്രഹിച്ചതുപോലെ അവിടുത്തോട് ചേർക്കപ്പെട്ടിട്ടില്ല. ഉദാഹരണം പറയാം. ഈശോയുടെ അടുക്കൽ വചനം കേൾക്കാൻ വന്ന അനേകർ, അവർക്ക് വിശന്നപ്പോൾ ഈശോ 5 അപ്പവും 2 മീനും കരങ്ങളിലെടുത്ത് വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. പിറ്റേ ദിവസം ഈശോയും ശിഷ്യന്മാരും മറുകരയെത്തിയപ്പോൾ ഈശോയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ ജനക്കൂട്ടം മുഴുവൻ കരമാർഗം നടന്ന് ഈ മറുകരയെത്തി. അവർ അവനെ അന്വേഷിച്ചു. എന്തിനാണ് അന്വേഷിച്ചത്? അവിടെ ഈശോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈശോ കൂട്ടിച്ചേർത്തു, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം: നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈശോയെ സമീപിച്ച
ഈശോയുടെ മുൻപിൽ യാചനകൾ സമർപ്പിച്ച അനേകരെ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുമുണ്ട്. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ ചോദിക്കും. ഒരിക്കലും അല്ല. ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും, യാതൊരു സംശയവും വേണ്ട. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സാമ്പത്തിക മേഖലയിൽ ഉള്ള തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവം ആ പ്രാർത്ഥന കേൾക്കില്ലേ? കേൾക്കും. പക്ഷേ അവിടെയും ഈശോ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അല്ല നീ എന്നെ തേടേണ്ടത്, ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല നിങ്ങൾ എൻ്റെ അടുത്ത് വരേണ്ടത്. ഓക്കെ, ഞാനത് തരും, നിനക്കാവശ്യമുള്ളത് ഞാൻ തരും. പക്ഷേ നിന്റെ ലക്ഷ്യം അതായിരിക്കരുത്. പിന്നെയോ നിത്യജീവന്റെ അനശ്വരമായ അപ്പം, അതായത് ദൈവമെന്ന യാഥാർത്ഥ്യമായിരിക്കണം നിന്റെ ജീവിതത്തിൻ്റെ, നിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സന്നിധിയിൽ വന്ന് അനുഗ്രഹം സ്വീകരിച്ച് കടന്നുപോയ അനേകരുണ്ട്. പക്ഷേ അനുഗ്രഹം കിട്ടി എന്നോർത്ത് അത് രക്ഷയുടെ അടയാളമാണ് എന്ന് വിചാരിക്കരുത്. ഈശോയുടെ അടുക്കൽ വന്ന് ഭൗതികമായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രം വചനത്തിലില്ല. ഉദാഹരണത്തിന് 10 കുഷ്ഠരോഗികൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈശോ അവരുടെ പ്രാർത്ഥന കേട്ടു. 10 പേരുടെയും പ്രാർത്ഥന കേട്ടു. അവരോട് പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. എന്തിനാണ് പുരോഹിതന് കാണിച്ചു കൊടുക്കാൻ പറയുക? കുഷ്ഠരോഗം സുഖമായാൽ അത് സാക്ഷ്യപ്പെടുത്തേണ്ടത് പുരോഹിതനാണ്. ഇതാണ് വചനത്തിൽ നമ്മൾ കാണുക. അതുകൊണ്ടാണ് നിങ്ങൾ സൗഖ്യപ്പെട്ടിരിക്കുന്നു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ 10 കുഷ്ഠരോഗികളും തങ്ങളുടെ വ്രണങ്ങൾ ബാധിച്ച ശരീരത്തിലേക്ക് നോക്കി. പഴുത്തൊലിക്കുന്ന വ്രണങ്ങൾ അങ്ങനെ തന്നെയുണ്ട്, രോഗം സുഖപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ 10 പേരും ഈശോയുടെ വാക്കുകളെ വിശ്വസിച്ചു, ഈശോയുടെ വചനത്തെ വിശ്വസിച്ചു. 10 പേരും വിശ്വാസികളാണ്. അതുകൊണ്ട് ഈ 10 പേരും പോയി. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. എത്ര പേര് സുഖപ്പെട്ടു? 10 പേര് സുഖപ്പെട്ടു. പക്ഷെ എത്ര പേര് രക്ഷപ്പെട്ടു? ഒരുവൻ മാത്രം രക്ഷപ്പെട്ടു. കാരണം എന്താ? അവൻ മാത്രം ഈശോയിലേക്ക് തിരിച്ചു വന്നു. അതുകൊണ്ട് അനുഗ്രഹം സ്വന്തമാക്കുക എന്നതല്ല രക്ഷയുടെ അടിസ്ഥാനം. പിന്നെയോ അനുഗ്രഹങ്ങളുടെ ഉടയവനായ കർത്താവിനെ സ്വന്തമാക്കുന്നിടത്താണ് രക്ഷ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. നശ്വരമായ അപ്പം, ഓർക്കുക, ഈ ഭൂമിയിൽ നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും, ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെയും കർത്താവ് നമുക്ക് നൽകും. പക്ഷെ ഓർക്കണം, ഈ ഭൗതികമായ അനുഗ്രഹങ്ങളൊന്നും 6 അടി മണ്ണിനപ്പുറത്തേക്ക് നമ്മുടെ ഒപ്പം വരില്ല. പിന്നെ എന്തിനാ കർത്താവ് ഇത് തരുന്നത്? ഓർക്കണം, ഈ ഭൗതികമായ അനുഗ്രഹങ്ങൾ 6 അടി മണ്ണിനപ്പുറം അനശ്വരതയിൽ, നിത്യതയിൽ നിന്നെ കാത്തിരിക്കുന്ന ദൈവത്തെ അന്വേഷിക്കാനുള്ള അടയാളം. നശ്വരമായ അപ്പം, നിത്യജീവന്റെ അനശ്വരമായ അപ്പമായ ഈശോയെ അന്വേഷിക്കാനുള്ള, ദൈവത്തെ തേടാനുള്ള വിളിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതിൽ നിന്നും എത്രയോ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുക, മറിച്ച് കർത്താവിനെ തേടുക. ഇതാണ് വചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന സത്യം. ഇനി വീണ്ടും നമ്മൾ കാണും, ചിലർ ഈശോയെ സമീപിച്ചു. എന്തിനു വേണ്ടി സമീപിച്ചു? തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി, അഥവാ
തങ്ങളുടെ വിശുദ്ധീകരണത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈശോയെ സമീപിച്ചവരുണ്ട്. ദൈവവചനത്തിൽ നമ്മളത് വ്യക്തവും കൃത്യവുമായിട്ട് കാണും. ഉദാഹരണത്തിന് പാപിനിയായ സ്ത്രീ. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായം 37-38 തിരുവചനങ്ങളിൽ നമ്മളത് കാണും. ഫരിസേയന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഈശോയുടെ അടുക്കലേക്ക് ഒരു വെൺകൽ ഭരണി നിറയെ സുഗന്ധതൈലവുമായി അവൻ്റെ പാറത്തിങ്കൽ കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന പാപിനിയായ സ്ത്രീ. അവൾ എന്തിനാണ് ഈശോയെ തേടിയത്? അവളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന പാപച്ചെളികളെ കഴുകിക്കളയാൻ സാധിക്കുന്ന ഒരുവനെക്കുറിച്ച് അവൾ കേട്ടു. ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനായ ഈശോയെക്കുറിച്ച് അവൾ കേട്ടു. അതുകൊണ്ട് ആ ഈശോയുടെ പക്കൽ ആശ്വാസം തേടി അണഞ്ഞ പാപിനിയായ സ്ത്രീ. ശ്രേഷ്ഠമാണ് ഈ ഒരു തലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ മേഖലകളുണ്ട്, കുറവുകളുണ്ട്, മാനുഷിക ബലഹീനതകളുണ്ട്. ഈ ബലഹീനതകളെയെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ഈശോ, ആ ഈശോയുടെ സന്നിധിയിൽ അഭയം തേടിയാൽ നമ്മുടെ ഈ കുറവുകളെല്ലാം പരിഹരിക്കപ്പെടും എന്ന സത്യം നമുക്കറിയാം. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുക, എൻ്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ള് നൽകപ്പെട്ടിട്ടുണ്ട്. ഈ മുള്ള് ഒന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പല പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷെ കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്. അപ്പോൾ നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുക്കുന്ന ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ആശ്വാസമുണ്ട്. നമ്മുടെ വിശുദ്ധീകരണം അവനിലാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ശ്രേഷ്ഠമായൊരു പടിയാണ്. മറ്റ് ഭൗതിക കാര്യങ്ങളെക്കാളുപരി എൻ്റെ ആത്മാവിൻ വിശുദ്ധീകരണത്തിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. ഇനി അടുത്ത ഒരു പടി കൂടി കടന്നാൽ അത് സ്നാപക യോഹന്നാൻ്റെ 2 ശിഷ്യന്മാരെ നമ്മൾ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ കണ്ടുമുട്ടും. സ്നാപക യോഹന്നാൻ തൻ്റെ 2 ശിഷ്യന്മാരോടുകൂടി നിൽക്കുമ്പോൾ ഈശോ കടന്നു വരുന്നത് കണ്ട് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി വീണ്ടും മറ്റൊരു കഥാപാത്രത്തെ തിരുവചനത്തിൽ കാണും. അത് ഈശോയുടെ പാരാന്തികത്തിലിരുന്ന മറിയത്തിൻ്റെ ചിത്രമാണ്. ലാസറിൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന ഈശോ, ലാസറിൻ്റെ 2 സഹോദരിമാർ മർത്തായും മറിയവും. മർത്ത പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്രയായിരുന്നു. പക്ഷേ മറിയം ഈശോയുടെ പാരാന്തികത്തിലിരുന്ന് ഈശോയെ കേട്ടുകൊണ്ടേയിരുന്നു. ഈ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ശിഷ്യത്വത്തിൻ്റെ മറ്റൊരു തലം. പ്രാർത്ഥനാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വളർച്ച നമ്മളിൽ നിന്നുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഈ വചനത്തെ കേൾക്കുന്നതിലൂടെ, ഈശോയെ കേൾക്കുന്നതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശം നിറയുക. ജീവിതത്തെ കർത്താവിൻ്റെ പ്രകാശത്തിൽ കാണാൻ സാധിച്ചാലേ അതിനെ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ ഒരു സ്റ്റെപ്പിന്, ഈ ഒരു ശിഷ്യത്വത്തിൻ്റെ വഴിക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്. മറിയത്തെ പോലെ ഈശോയുടെ പാദാന്തികത്തിൽ ഇരിക്കുക. അവിടെ മറിയം ഒന്നും പറയുന്നില്ല, ഈശോ പറയുന്നത് കേൾക്കുന്നു. ഈശോയുടെ ഹൃദയവികാരങ്ങളെ അല്ലെങ്കിൽ ഈശോയുടെ തിരുഹിതത്തെ ഏറ്റെടുക്കുവാൻ വേണ്ടിയുള്ള വഴി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നയിക്കുമ്പോൾ ഈ ഒരു നിശബ്ദതയുടെ നാളുകളിലേക്കും കർത്താവ് നമ്മെ കൈപിടിച്ച് നയിക്കും. ആഴമായ നിശബ്ദതയിൽ ദൈവസ്വരത്തിന് കാതോർക്കുന്ന ശിഷ്യത്വത്തിൻ്റെ വഴികളെ സ്വന്തമാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം.
ഇനി വീണ്ടും നമ്മൾ കാണും, ഈശോ താബോർ മലയിലേക്ക് കയറിപ്പോകുന്നു. താബോർ മലയിലേക്ക് കയറിയ ഈശോ തൻ്റെ 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി. അവരുടെ മുൻപിൽ വെച്ച് ഈശോ രൂപാന്തരപ്പെട്ടപ്പോൾ ഈശോയുടെ മഹത്വം അവർ കണ്ടു. ഈശോയുടെ മഹത്വം കണ്ട ആ 3 ശിഷ്യന്മാരിൽ പത്രോസ് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പറയുകയാണ്, കർത്താവേ, നമുക്കിവിടെ തന്നെ താമസിക്കാം. നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. ദൈവമഹത്വത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന പ്രാർത്ഥനാ ജീവിതത്തിൽ ഈ അനുഭവത്തെ ആഗ്രഹിച്ച് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലതാ. അത് പ്രാർത്ഥനാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ദാനമായി നൽകുന്ന ഒരു കൃപയാണ്. അവിടെ ലോകമോഹങ്ങളില്ല, മറ്റൊരു കാര്യമില്ല, ഈശോയുടെ മഹത്വം മാത്രം മുൻപിൽ. നമുക്കറിയാം എന്തിനാ വിശുദ്ധമായി ജീവിക്കുന്നത്, എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ചിലർ പറയും സ്വർഗത്തിൽ പോകണം, സ്വർഗത്തിലെത്തണം, സ്വർഗം സ്വന്തമാക്കണം. പക്ഷേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ പ്രാർത്ഥനയുടെ ഏറ്റവും ശ്രേഷ്ഠമായൊരു പടി ദൈവവചനത്തിൽ നമ്മളത് കാണും. അത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ്. മറ്റൊന്നുമല്ല, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. അത് കർത്താവിനെ മാത്രം നോക്കുന്ന ഒരു ജീവിത ശൈലിയുടെ അഭിഷേകമാണത്. അവിടെ എൻ്റെ ആഗ്രഹങ്ങളോ എൻ്റെ സ്വപ്നങ്ങളോ ഒന്നുമില്ല. ജെറമ്യ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കും, നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ പദ്ധതി എന്നിൽ പൂർത്തിയാകുവാൻ ദൈവഹിതത്തിന് മുൻപിൽ സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉയർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കുരിശിലെ സമർപ്പണം അതാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം പോലെ അത് നിറവേറട്ടെ. അങ്ങയുടെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഈ സമർപ്പണത്തിലേക്ക് എത്തുമ്പോഴാണ് പ്രാർത്ഥന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാകുന്നത്. ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഇത് നമുക്ക് സ്വന്തമായി നേടിയെടുക്കാവുന്നതല്ല. കർത്താവ് ദാനമായി നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്നതാണ്. പ്രാർത്ഥനയുടെ ആദ്യ സ്റ്റെപ്പുകളിൽ നിന്ന് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. ഒരു വണ്ടിയെ കയറിയാൽ ഡ്രൈവർക്ക് സീറ്റ് മാറിക്കൊടുക്കുക. ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ, ആത്മീയ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്താൽ ഈ പ്രാർത്ഥനാ ജീവിതത്തെ പരിശുദ്ധാത്മാവ് അതിൻ്റെ പരിപൂർണതയിൽ എത്തിച്ചുകൊള്ളും. വിശ്വസിക്കുക, നീ ദൈവമഹത്വം കാണും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറയണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഇഷ്ടമനുസരിച്ചല്ല ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കേണ്ടത്, മറിച്ച് ദൈവഹിതമനുസരിച്ചാണ്. നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അവിടുന്ന് വചനത്തിലൂടെ എന്നോട് ചെയ്തു. അവിടുത്തെ പദ്ധതി ഞങ്ങളിൽ പൂർണ്ണമാകാൻ തക്കവിധം പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹായക പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവെ ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. സഹായക പരിശുദ്ധാത്മാവേ, പൂർണ്ണമായും അങ്ങയുടേതാക്കി മാറ്റണമേ. നിറയണമേ പരിശുദ്ധാത്മാവേ, കവിയണമേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ. ആമേൻ.
കവിയണമേ, നിറഞ്ഞു കവിയണമേ. സഹായക പരിശുദ്ധാത്മാവേ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കർത്താവേ, കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ അഭിഷേകമായി അഗ്നിയായി പെയ്തിറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കൃപയും അഭിഷേകവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.